നിസ്സാരമായി പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയം സമൂഹത്തിലെ മുഴുവൻ ആൾക്കാരുടെ മുമ്പിലേക്കും വലിച്ചെറിഞ്ഞു കൊടുത്ത സ്കൂളിനെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. നമസ്കാരം, എല്ലാവർക്കും നിലപാടിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം. ഓർക്കണം, ഓരോ മാതാപിതാക്കളും ഓരോ സ്കൂളിലും നമ്മുടെ കുട്ടികളെ ചേർക്കാൻ ചെല്ലുമ്പോൾ, പഠനത്തിന് കുട്ടികളെ ചേർക്കാനായിട്ട് നമ്മൾ ആ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നിയമാവലികൾ വായിച്ച് മനസ്സിലാക്കി ഉത്തമ ബോധമുണ്ടെങ്കിൽ, ഉത്തമ തൃപ്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടികളെ നിങ്ങളുടെ കുട്ടികളെ അവിടെ ആ സ്കൂളിൽ ചേർക്കുക. ചേർത്തതിന് ശേഷം അവർ കുറെ നിയമങ്ങൾ വയ്ക്കും. ഇതുപോലുള്ള നിസ്സാര വിഷയങ്ങൾ പോലും വലിയ പർവ്വതീകരിച്ച് പുറത്തു കൊണ്ടുവന്ന് സമൂഹത്തിൽ നമ്മളെ വലിച്ചഴയ്ക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകും. ഒരു തുണ്ട് തുണി നടത്തിയ പ്രശ്നം ഇത്രയും വലുതാകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? നമ്മുടെ ഈ സെന്റ് റീത്താസ് സ്കൂളിലെ പ്രിൻസിപ്പൽ നടത്തുന്നത് തീർത്തും ഒരു അന്യായമാണ്. തീർത്തും അന്യായമാണ്. അവരുടെ ചിരിച്ചുകൊണ്ടുള്ള അവരൊരു നല്ലൊരു അഭിനയ സ്ത്രീ എന്ന് എനിക്ക് പറയാൻ പറ്റൂ. അവർ നല്ലൊരു അഭിനയം കാഴ്ചവെക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് മറ്റൊരു കുട്ടിയെ അത് നീ ഉപയോഗിക്കരുത് എന്ന് പറയാൻ ഇവർക്ക് എന്ത് അവകാശമാണ്? മന്ത്രി പറഞ്ഞിരിക്കുന്നു. എത്ര വിരോധാഭാസമാണിത്! തീർത്തും ഇതൊരു വിരോധാഭാസപമാണ്. കാരണം അവർ ധരിച്ചിരിക്കുന്ന ശിരോവസ്ത്രം അതേ കാറ്റഗറിയിൽപ്പെട്ട അവര് പല കളറുകൾ ഉപയോഗിച്ചാണ് ഈ ശിരോവസ്ത്രം ഉപയോഗിച്ചിരിക്കുന്നു എങ്കിൽ ആ സ്കൂളിൻ്റെ യൂണിഫോം കോർഡിനേറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടി ഒരു കറുത്ത വസ്ത്രം അതിൻ്റെ തലയിലിട്ടു. ഇതാണോ തെറ്റ്? ആ കുട്ടി പറയുന്നത് ഷാൾ ഇടാൻ സമ്മതിക്കുന്നില്ല. അത് ശിരോവസ്ത്രമെന്ന് അല്ലെങ്കിൽ ഹിജാബ് എന്ന് പോലും അത് പറയുന്നില്ല. അതോ അതിൻ്റെ വീട്ടുകാരോ അതിൻ്റെ മാതാപിതാക്കളോ ആരും പറയുന്നില്ല. അത് പറയുന്നത് ഈ ഷാൾ ഇടാൻ അനുവദിക്കുന്നില്ല. ഇവർ പറയുന്നത് മുഴുവനും കളവാണ്. കാരണം ഈ പ്രിൻസിപ്പളിനെ കാണുമ്പോൾ തന്നെ ഈ പ്രിൻസിപ്പൽ ആട്ടും തോലിട്ട ഒരു ചെന്നായാണ്. ആട്ടും തോലിട്ട ചെന്നായാണ്. അവര് മാധ്യമങ്ങളുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ടാണ് ഇന്നലെ കോടതി വിധി വരുന്നതിന് മുമ്പ് സംസാരിച്ചത്. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കോടതി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്ന്. DD അയച്ച ഉത്തരവ് അടിയന്തരമായി അത് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഹൈക്കോടതി ചെന്നത്. പക്ഷേ ഹൈക്കോടതി ആവട്ടെ അതിന് വിസമ്മതിച്ചു. ആ ഉത്തരവിനെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്നും കുട്ടി ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നും കോടതി നമ്മുടെ സ്കൂളിനോട് ഉത്തരവിട്ടു. അപ്പോൾ ആലോചിക്കണം, ഈ രാജ്യത്തെ നിയമം എല്ലാ മനുഷ്യനും തുല്യതാണ്. കർണാടകയിലെ ഹൈക്കോടതി വിധിയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ നാടകങ്ങളെല്ലാം കാണിച്ചത്. ഇവിടെ ഒരു PTA പ്രസിഡന്റ്, ഒരു മാക്കാൻ, ഈ PTA പ്രസിഡന്റ് ഇത്രയും സംസാരിക്കുമ്പോഴത്തേക്ക് ആലോചിച്ച് ഇയാൾ എവിടെ നിന്നാണ് ഇത്രയധികം വലിയ ഒരു പ്രസംഗങ്ങളെല്ലാം നടത്തുന്നത്? കുട്ടിയെ ഞങ്ങൾ പുറത്താക്കിയിട്ട് ഇയാളാരാ? സ്കൂളിന്റെ സ്ഥാപകനാണോ അതോ പ്രിൻസിപ്പളാണോ? ആരാണ്? PTA പ്രസിഡന്റ് അല്ലേ? അതിനപ്പുറത്ത് എന്തോന്നാണ്? ഒരു PTA പ്രസിഡന്റ് വിചാരിക്കുമ്പോഴത്തേക്ക് ഒരു കുട്ടി സ്കൂളിൽ വരണ്ടെന്ന് തീരുമാനിക്കാൻ ഇയാൾക്ക് എവിടെയാണ് അധികാരമുള്ളത്? പിന്നീടല്ലേ അറിഞ്ഞത് ഇദ്ദേഹം NDAയുടെ അംഗത്വമുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം അവിടെ സംസാരിക്കാൻ കുറെ ആൾക്കാർ ചെന്നു. അതിന് STPക്കാരെന്ന് പറയണം. ഇതിനകത്ത് രാഷ്ട്രീയം വലിച്ചഴിക്കേണ്ട ആവശ്യമുണ്ടോ? നിസ്സാരമായി പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു നിസ്സാര വിഷയം. ആ കുഞ്ഞ് 8-ലോ 9-ലോ പഠിക്കുന്ന ആ കുഞ്ഞ് ഒരു തലയിൽ ഒരു തുണി ഇട്ടുകൊണ്ട് വന്നു. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ആകാശം ഇടിഞ്ഞു വീഴുമോ? ഈ കുട്ടി ഒരു തലയിൽ ഒരു തുണ്ടിട്ടുകൊണ്ട് വന്നാൽ, അല്ലെങ്കിൽ ഒരു തുണി ഇട്ടുകൊണ്ട് വന്നാൽ, തല പൊതിഞ്ഞു കൊണ്ടുവന്നാൽ, അതിൻ്റെ തലമുടി ഒന്ന് മറച്ചു കൊണ്ടുവന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? ഒന്നും സംഭവിക്കില്ലല്ലോ. ഒന്നും സംഭവിക്കില്ല. നിങ്ങളും അതല്ലേ ചെയ്യുന്നത്? പ്രിൻസിപ്പളെ, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട എല്ലാ കന്യാസ്ത്രീകളും ഇതേ ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ടല്ലേ ഈ എല്ലാ സ്ഥാപനങ്ങളിലും പഠിപ്പിക്കുന്നതും എല്ലാ സ്ഥലങ്ങളിലും പോകുന്നതും വരുന്നതും? നിങ്ങൾക്കറിയില്ലേ, ബീഹാറിൽ ഛത്തീസ്ഗഡിൽ
ഇതേ വസ്ത്രം അണിഞ്ഞുകൊണ്ട് മറ്റൊരു വീട്ടിൽ മരണാന്തര ചടങ്ങിന് ചെന്നപ്പോഴത്തേക്കിലാണ് പിടിച്ചു കെട്ടി അടിച്ച് ഇല്ലായ്മ ചെയ്തിട്ട് രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്ത് ജയിലിലടച്ചത്. അപ്പോ ഇന്ത്യയിലെ സർവ്വവിധமான ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും നോക്കാതെ അവർക്ക് വേണ്ടി ഇറങ്ങി, സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചു. അവരെ ആ കുരുക്കിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. മാധ്യമങ്ങളുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് നമ്മുടെ പ്രിൻസിപ്പൽ സംസാരിക്കുന്നത് അവർ ചിരിച്ചുകൊണ്ടല്ല, അവര് അഭിനയിക്കുകയാണ്. ചിരിച്ചുകൊണ്ടല്ല, അവർ അഭിനയിക്കുകയാണ്. ആ പിതാവ് പറയുന്നു, ഇനി എൻ്റെ മകൾ ആ സ്കൂളിൽ പഠിക്കുന്നില്ല. അന്തസ്സുള്ള കുട്ടി. നിങ്ങൾ ഇത്രയും വൃത്തികെട്ട മനോഭാവം വെച്ചുകൊണ്ട് കുട്ടികൾക്ക് ഈ ലോകത്തെ പരിചയപ്പെടുത്തുമ്പോൾ ആ കുട്ടിയോളം വില പോലും നിങ്ങൾക്കില്ല എന്നാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പ്രിൻസിപ്പലിനോട് പറയാനുള്ളത്. പ്രിൻസിപ്പളിലെ ഈ സ്കൂളിന്റെ സ്ഥാപകരോട് പറയാനുള്ളത്, ആ കുട്ടിയോളം വിലയും നിലവാരവും നിങ്ങൾക്കില്ല. നിങ്ങളൊരു പ്രിൻസിപ്പളാണോ അല്ലെങ്കിൽ സ്കൂളിന്റെ മാനേജ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആ കുട്ടി പറയുന്നുണ്ട്, ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അത്രത്തോളം ആ കുട്ടിയെ ദ്രോഹിച്ചിട്ടുണ്ട് നിങ്ങൾ. അതുകൊണ്ടാണ് അത് ഇപ്പോ വേണ്ട എന്ന് വിചാരിക്കുന്നത്. അതുപോലെ മറ്റൊരു ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു ടീച്ചർ വളരെ മൃഗീയമായി കുട്ടികളെ തല്ലുന്നു. അതും ഈ വീഡിയോയിൽ പറയുന്നു. ഇവിടെ ഈ വിഷയം പുറത്തു കൊണ്ടുവന്ന ഒരു വീഡിയോക്കാരൻ, അദ്ദേഹം ആ വീഡിയോ എടുക്കുമ്പോൾ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരു വീഡിയോ ചെയ്തു, ആ വീഡിയോയാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണം. അത് കണ്ട് മറ്റുള്ളവർ സംസാരിക്കാൻ വന്നപ്പോൾ അത് ഒരു രാഷ്ട്രീയവൽക്കരിച്ച് അതിനെ അല്ലെങ്കിൽ വർഗീയവൽക്കരിച്ചു അതിനെ പുറത്തു കൊണ്ടുപോയി മറ്റുള്ളവരുടെ മുമ്പിൽ ചർച്ചാ വിഷയമാക്കി മാറ്റിയ സ്കൂൾ മാനേജ്മെന്റ് നടത്തിയത് എന്താ? സ്കൂളാണ്, പക്ഷെ ഈ സ്ത്രീയോട് പറഞ്ഞു കൊടുക്കാതെ സ്കൂളാണ്. സുഹൃത്തുക്കളെ, ഇത് സെന്റ് റീറ്റാസ് സ്കൂൾ മുമ്പിലാണ് സംസാരിക്കണം. ഇവിടെ ഇദ്ദേഹമാണ് PTA പ്രസിഡന്റ് ജോഷി. ഈ സ്ത്രീ പറയണത് ഞങ്ങൾ ഇവിടെ ഒരു പൊതുവിഷയമാണ് സംസാരിക്കണം. അനസേ ഇങ്ങനെ അല്ല, വീഡിയോ ഒക്കെ എടുക്കുന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് കൊടുക്കാലോ. അയാൾക്ക് മാത്രമല്ലല്ലോ വീഡിയോ എടുക്കാൻ അനുവാദം. ഇത് ഇവിടെ പഠിക്കുന്ന കുട്ടിയുടെ പാരന്റ് ആണ്, പേര് അനസ് എന്നാണ്. എന്താണ് അനസ് വിഷയം, എന്താണ് ഉണ്ടായത്? എന്താ സംസാരിക്കും? ആ കൊച്ചിനെ വിളിക്ക്. അത്യാവശ്യം ആളുകള് എന്റെ വീഡിയോ ഒക്കെ കാണുന്നതാണ്. ചേച്ചി സംസാരിക്കും, ഇനി ചേച്ചി സംസാരിക്കും. ചേച്ചി ആരാണ്? ഈ ചേച്ചി വന്നിട്ട് സംസാരിക്കേണ്ട, ഇദ്ദേഹം വീഡിയോ പിടിക്കുന്നുണ്ട്. ഈ കൊച്ചി മോളെ എന്താണ് സംഭവിച്ചത്? ഇവിടെ സ്കൂളില് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. ഈ ഷോൾ ഇടാൻ, അതായത് ഈ തലയിൽ ഇട്ടിരിക്കുന്ന ഇത് ഇടാനായിട്ട് സമ്മതിക്കണില്ല. എന്താണ് അവര് പറയുന്ന റീസൺ? ഞാനൊന്ന് ഒരു മിനിറ്റ്, അല്ല കുഴപ്പമില്ല നമ്മൾ സംസാരിക്കും. ഒരു മിനിറ്റ് അല്ല മോള് പറ. ഷോൾ ഇടാൻ സമ്മതിക്കില്ല. പിന്നെ എന്നെ കുറെ അനാവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് ആവശ്യം? ഞാൻ അഹങ്കാരിയാണ്. ഏത് മാഡമാണ് അത് പറഞ്ഞു? ജൂലി മിസ്. ജൂലി എന്ന് പറഞ്ഞ മിസ്സാണ് ഇത് പറഞ്ഞത്. ഈ ജൂലി മിസ് എന്ന് പറഞ്ഞത് ഇവിടെ കൂട്ടത്തിലുണ്ടോ? മാഡം ഇത് യൂസ് ചെയ്യുന്നല്ലേ? ഇപ്പൊ ഈ മാഡം ഇവിടെ ഉള്ള മാഡം യൂസ് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് ഈ പെങ്കൊച്ചും ഉപയോഗിക്കുന്നത്. അതില് ഈ ഇവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങളാണ് ഇത് വിശദീകരിച്ചു കൊടുക്കേണ്ടത്. ഇവിടുന്ന് എന്റെ മകള് സ്കൂള് ഈ വർഷമാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോ ഒരു ഷോൾട്ട് വന്നപ്പോ അത് പറ്റില്ലാന്ന് പറഞ്ഞിട്ടും പിന്നെ വൈഫൊന്നും സംസാരിച്ചിട്ട് സമ്മതിച്ചില്ല. അതിനുശേഷം എന്റെ മകളുടെ കല്യാണവും ഞാൻ ഒരു മാസത്തോളം ഞങ്ങളെ വീട്ടിലെ എല്ലാ 5 മക്കളും ഭാര്യ അടക്കം സുഖമില്ലാണ്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഒരു മാസം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാണ്. അപ്പൊ ഇവര് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് പിന്നെ സുഖമില്ലാണ്ട് കിടപ്പായതിനു ശേഷം പിന്നെ വന്നപ്പോഴാണ് ഞാൻ വന്നത്. ഈ 4 മാസവും ഈ കുട്ടി ഷോൾ ഇട്ടിട്ടാണ് ഇവിടെ വന്നത്. അതിവിടെ ക്യാമറയിൽ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാവും. ഇവിടെ ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കയറുമ്പോ ഊരി വെപ്പിച്ചിട്ടാണ് ഇവർ കയറ്റുന്നത്. ഇവര് നിർബന്ധപൂർവ്വം ഊരി വെപ്പിക്കലാണ് ഇവരെ പതിവ്. പിന്നെ അത് കൂടാണ്ട് ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു രക്ഷിതാവിനെ ഞാൻ വിളിച്ചിരുന്നു. തലയിൽ കുരിശു വരപ്പിച്ചിട്ട് ആ കുട്ടീനെ മാനസികമായി പീഡിപ്പിക്കുകയും പിന്നെ തല്ലി പുറത്താക്കുകയും അതിനെതിരെ കേസ് പോവുകയും പത്രവാർത്തയും TV ചാനൽ വരെ അന്ന് ആ വാർത്ത ഉണ്ടാകുകയും ചെയ്തത്. ഇപ്പൊ ഞാൻ മിനിനാന്ന് വന്ന് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ TC മേടിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ഈ ഷോൾ ഇട്ടിട്ട് എന്റെ മകളെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഇത് തരാൻ പറഞ്ഞിട്ടുണ്ട്. ആ പേപ്പറോടെ
ഒരു പേപ്പർ ഞാൻ എഴുതി കൊടുത്ത് അതിൽ അവർക്ക് എഴുതി ഒപ്പിട്ട് തരാൻ അവർ തയ്യാറല്ല. ഈ ഒരു കാര്യം പിന്നെ ഷോൾ ഇട്ടിട്ട് പഠിപ്പിക്കാൻ സർക്കാരിന്റെ നിയമമുള്ള ഈ ഷോൾ ഇട്ടിട്ട് പഠിക്കാൻ ഇവിടുത്തെ കുറച്ച് ആളുകൾ മാത്രം. ഞാനിപ്പോ നിയമപരമായിട്ട് എന്താണ് മോൻ ഇവിടെ പഠിക്കണേ? എന്താണ് മിസ്സുമാരൊക്കെ വെറുതെ തല്ലടയും ഫാസ്റ്റിലൊക്കെ മാത്സ് ഒക്കെ പഠിപ്പിച്ചോണ്ട് ഫാസ്റ്റിൽ ആ മിസ് നിരുപാധികം എന്റെ അടുത്തും മാപ്പ് പറഞ്ഞ് കുട്ടികളുടെ അടുത്തും മാപ്പ് പറഞ്ഞെന്നും പറഞ്ഞിട്ടുള്ള വോയിസ് റെക്കോർഡും എന്റെ കയ്യിലുണ്ട്. അതുകൂടാണ്ട് പിന്നെ പറഞ്ഞിട്ട് നിങ്ങളുടെ TC ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്, വന്ന് മേടിച്ചോളാനാ പറഞ്ഞത്. അതിന്റെ ഫോൺ റെക്കോർഡും എന്റെ കയ്യിലുണ്ട്. ഇവിടുത്തെ പിന്നെ PTA പ്രസിഡന്റ് എന്താ പറയുന്നത്? PTA പ്രസിഡന്റ് പിന്നെ പറഞ്ഞത് ഇവിടുത്തെ സ്കൂളിന്റെ നിയമം ഇതാണ് പറഞ്ഞേക്കണത്. അതിൽ ഷോൾ ഇട്ട് പഠിക്കാൻ ഇവിടെ യാതൊരു കാരണവശാലും സമ്മതിക്കില്ല. അതുകൂടാണ്ട് ഇവിടെ സാറെന്ന് പറഞ്ഞൊരു വ്യക്തി ID ചോദിച്ചിട്ട് ഇതുവരെ കാണിച്ചിട്ടില്ല. ആ സാറെന്ന് പറഞ്ഞ വ്യക്തി വളരെ മോശമായിട്ട് എന്റെ അടുത്തും എന്റെ ഭാര്യ അടുത്തും വളരെ മോശമായിട്ട് പറഞ്ഞത്, മാഡം അവർക്ക് അങ്ങനെ എഴുതി കൊടുക്ക്. TC മറ്റേ വകുപ്പില്ലേ, മറ്റേ വർഷമല്ലേ, ഇവർക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടരുത്, സെക്കൻഡ് വകുപ്പിൽ എഴുതി കൊടുക്കും. ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടരുത് എന്നുള്ള രീതിയിൽ. ഓക്കെ, അതൊരു കുട്ടിയുടെ ഭാവി നശിപ്പിക്കണം എന്നുള്ള രീതിയിലല്ലേ? ശരി, ഇതിവിടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ആണ് വളരെ പെട്ടെന്ന് പോയി ഷോൺ ജോർജിനെ കൊണ്ടുവന്നു. ഷോൺ ജോർജ് ആരാ? ഒരു പാർട്ടിയുടെ നേതാവ്. അതിനപ്പുറം അദ്ദേഹം എന്താ ചെയ്തത്? നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കിയപ്പോഴാണ് അത് വളരെ വഷളായി തീർന്നത്. അപ്പോഴാണ് പിന്നെ സംസ്ഥാനത്തിന്റെ നിങ്ങളുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പറഞ്ഞത്, ഒരു കുട്ടിക്ക് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരുന്നതിന് എതിർക്കാൻ പാടില്ല, അതിന്റെ വിദ്യാഭ്യാസം തടയാൻ പാടില്ല. നിസ്സാര വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിന്റെ വിദ്യാഭ്യാസം നിർത്തലാക്കാൻ പാടില്ല, അതിനെ പുറത്താക്കാൻ പാടില്ല. മന്ത്രി എന്നുള്ളൊരു വിഷയം മാറ്റി നിർത്തൂ. അദ്ദേഹം ഒരു പിതാവും കൂടിയാണ്. കന്യാസ്ത്രീകൾക്ക് കുട്ടികളില്ലല്ലോ. ലോകത്തുള്ള മക്കളെല്ലാം കുട്ടികളാണെന്ന് ചുമ്മാ പറയല്ലേ, നാടകം കളിക്കല്ലേ നിങ്ങൾ. ഇത്രയും ദുഷിച്ച മനസ്സും ശരീരത്തിൽ വെച്ചുകൊണ്ട് ദുഷിച്ച മനസ്സും വെച്ചുകൊണ്ട് നിങ്ങൾ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരടിസ്ഥാനവുമില്ല. നിങ്ങൾ കാണിക്കുന്നത് നാടകമാണ്, നിങ്ങൾ കാണിക്കുന്നത് അഭിനയമാണ്. നിങ്ങൾ തീർത്തും ചിരിച്ചുകൊണ്ടല്ല മാധ്യമങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. അതിനുശേഷം പറഞ്ഞത് സ്കൂളിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ മാനേജ്മെന്റിന് അധികാരമുണ്ട്. ആയിക്കോട്ടെ, നാളെ മാനേജ്മെന്റ് തീരുമാനിക്കുകയാണ് ഒരു ടീഷർട്ടും നിക്കറും ഇട്ടുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിൽ വന്നാൽ മതി, ഇതാണ് ഞങ്ങളുടെ സ്കൂൾ കോഡെന്ന് പറഞ്ഞാൽ, യൂണിഫോം കോഡെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കണമോ? ആണോ? സ്കൂൾ മാനേജ്മെന്റിന് പിന്നെ വസ്ത്രം അല്ലെങ്കിൽ യൂണിഫോം തീരുമാനിക്കാൻ അധികാരമുണ്ട്. ആയിക്കോ, തർക്കമില്ല. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനും ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്. നാളെ നിങ്ങൾ തീരുമാനിക്കുകയാണ് ടീഷർട്ടും പിന്നെ നിക്കറും ഇട്ടുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിൽ വന്നാൽ മതി, ഇതാണ് ഞങ്ങളുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഇത് മറ്റുള്ളവർ അംഗീകരിക്കണോ? അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് മാന്യമായ രീതിയിൽ, മകളെ നിനക്ക് അങ്ങനെ നിർബന്ധമുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, ആ വസ്ത്രത്തിനോട് അനുയോജ്യമായ രീതിയിൽ തലയിൽ ഒരു തുണി ഇട്ടുകൊണ്ട് വന്നോ, തെറ്റില്ല. ഇവിടെ DD പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കൂളിന് തീരുമാനിക്കാം ആ കുട്ടിക്ക് തലയിൽ ഇടേണ്ട വസ്ത്രം ഏതാണ്, അതിന്റെ കളറ്, വസ്ത്രമല്ല അതിന്റെ കളർ ഏതാണെന്ന് സ്കൂളിന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ നിങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് ആ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങൾ കോടതിയിൽ ചെന്നത്. കോടതി ചുരുട്ടിക്കൂട്ടി ചവിറ്റുകുട്ടയിലിട്ട്. DDയുടെ ഉത്തരവ് എത്രയും വേഗം വളരെ പെട്ടെന്ന് അടിയന്തരമായി അത് പിന്നെ റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കോടതിയെ സമീപിച്ചത്. കോടതി ആവട്ടെ അത് മൈൻഡ് ചെയ്തില്ല. സർക്കാരിനോട് പിന്നെ അതിന്റെ വിശദീകരണം തേടിയിരിക്കുകയാണ്. അപ്പോൾ സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? സ്കൂളിന്റെ പ്രിൻസിപ്പളും പിന്നെ എഴുതി വെച്ച് സംസാരിക്കുന്നു, ഞങ്ങൾക്ക് പിന്നെ ഇതിൽ ഇടപെടാൻ പിന്നെ സർക്കാരിന് അധികാരമില്ല, ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് അധികാരമില്ല. അപ്പോൾ ആർക്കാണ് അധികാരം? പ്രിൻസിപ്പളിനോ? അപ്പൊ കോടതി പറഞ്ഞല്ലോ ആ കുട്ടിക്ക് വരാമെന്ന്. ഇപ്പൊ എന്തായി? അതുപോലെ
വേറൊരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഈ ഇരട്ടത്താപ്പ്, ഈ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളുടെ മുഖം വലിച്ചു കീറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം ഞാൻ പറയുന്നത്. ഈ വീഡിയോയും എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ട് പറയൂ ഉത്തരം. ഇവരുടെ ഇരട്ടത്താപ്പുകൾ, ഇവർക്ക് ഈ കാസ എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ചേർന്നാണ് ഇവർ ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് പറയുന്നു. സത്യസന്ധമായിട്ട് നമുക്കറിയില്ല. പക്ഷേ കാസയ്ക്ക് മുസ്ലിം വിരോധമുണ്ട്, അത് 100%. അതുപോലെ RSSനും BJPക്കും മുസ്ലിം വിരോധമുണ്ട്, അത് പകല് പോലെ വെളിച്ചമാണ്. അങ്ങനെ ഇരിക്കെ കാസയുടെ നിബന്ധനകൾ വായിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതായിരുന്നു. അങ്ങനെയാണ് തോന്നിയത് നമ്മുടെ പ്രിൻസിപ്പൾ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടാണ് മറ്റൊരു കുട്ടിയുടെ അടുത്ത് നീ ഈ തലയിൽ തുണി ഇടാൻ പാടില്ല എന്ന് പറയുന്നത്. ഇത് വളരെ നിസ്സാരപ്പെട്ട ഒരു വിഷയമായിരുന്നു പ്രിൻസിപ്പളെ, വളരെ നിസ്സാരപ്പെട്ട ഒരു വിഷയം. അതിനെ വളരെ സൗമ്യമായ രീതിയിൽ രമ്യമായി പരിഹരിക്കേണ്ട ഒരു വിഷയത്തെ സമൂഹത്തിൽ ഇത്രയും ചർച്ചയാക്കി. ഇന്ന് ഇന്ത്യ മുഴുവൻ ഇതിൽ ചർച്ചാ വിഷയമാണ്. അപ്പോൾ കോടതി വിധി ഇന്ത്യ ഉറ്റുനോക്കുകയാണ്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് അതവിടെ നിൽക്കട്ടെ, കുട്ടിക്ക് പഠിക്കാം, അതിൻ്റെ ആഗ്രഹം. കാരണം ഇന്ത്യയുടെ നിയമമാണ്. ഈ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തണം. ഒരു മതേതരത്വ രീതി സമീപനം നമുക്ക് ഉണ്ടാവണം. സ്കൂളെന്ന് പറഞ്ഞാൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഒക്കെ പഠിക്കേണ്ട സ്ഥാപനമാണ് സ്കൂളെന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ വേണ്ടി പാടില്ല. അത് നമ്മുടെ രീതിയല്ല എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ ഒരു ഗവൺമെൻറ് പറയുമ്പോൾ ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കാൻ നിൽക്കരുത്. അത് ശരിയായ ഒരു രീതിയല്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എന്തായാലും കുട്ടിയുടെ അച്ഛൻ TC വാങ്ങിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അതുകൊണ്ട് ഞാൻ ആ വിഷയം ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ആ കുട്ടിക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടാതെ വരുന്നെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ പ്രത്യേക ഉത്തരവ് കൊടുത്ത് അഡ്മിഷൻ കൊടുക്കുന്നതാണ്. വെരി ഗുഡ് മിനിസ്റ്റർ. അത് തന്നെ വേണം. ആ ഒരു കുട്ടിയുടെയും വിദ്യാഭ്യാസം തടയലല്ലോ നമ്മളുടെ രീതി. ഇന്ത്യയുടെ നിയമമാണ് സിസ്റ്ററെ. നിങ്ങൾ പറഞ്ഞ അതേ ലോ ആ കുട്ടിക്കും ബാധകമാണ്. ആ കുട്ടിയും അതിന് അർഹതപ്പെട്ട കുട്ടിയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന വിഷയം മാറിപ്പോയി. 2015 ഇതേ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് പരീക്ഷ എഴുതാൻ പോയി. കന്യാസ്ത്രീയാണ്. ആ മെഡിക്കൽ സ്റ്റുഡൻറ്റിന്, അതായത് ഈ കന്യാസ്ത്രീക്ക് അന്ന് പരീക്ഷ നിഷേധിച്ചു. പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പരീക്ഷാ ഹാളിൽ നിന്നും ഉത്തരവ് വന്നു. അപ്പോൾ അതിനുവേണ്ടി മുറവിളി കൂട്ടിയ ഒരു അച്ഛൻ, അന്ന് അതിനുവേണ്ടി സംസാരിച്ച ഈ KCPC പോലുള്ള സംഘടന ഇന്ന് എന്തുകൊണ്ട് ഓരോ ചർച്ചയിലും ഓരോരുത്തർ വന്നിരുന്ന് പറയുന്നത് കേൾക്കണം. ഇന്ന് ഈ കുട്ടി ഷോൾ ഇട്ടുകൊണ്ട് വരും, നാളെ ആ കുട്ടി തൊപ്പി വെച്ചുകൊണ്ട് വരും, മറ്റന്നാ കുട്ടി വേറെന്തൊക്കെയോ ചെയ്തുകൊണ്ട് വരും. കുറിയിടണ്ടെന്ന് ഏതെങ്കിലും കുട്ടിയെടുത്ത് പറയാൻ പറ്റുമോ? കൊന്തയിട്ടുകൊണ്ട് വരണ്ടെന്ന് ഏതെങ്കിലും കുട്ടിയെടുത്ത് പറയാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ അവനവൻ്റെ മൗലികമായ അവകാശങ്ങളാണ്. ഒരു കുട്ടി ഈ തലയിൽ ഒരു തുണി ചുറ്റിയിട്ട് വന്നാൽ എന്തോ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് രക്ഷിതാക്കൾ പറഞ്ഞെന്ന് പോലും. എന്ത് ഭീകരാന്തരീക്ഷം? ഒരു പെൺകുട്ടി ഒരു തലയിൽ ഒരു തുണി ഇട്ടാൽ അത് മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ഹിന്ദു ആവട്ടെ, ആരുമായി കൊണ്ടുപോട്ടെ, കാണുന്നതിന് അതൊരു ഭവ്യത ഒന്ന് മറ്റുള്ളവന് തോന്നും. ഒരു പക്വത അവർക്കുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടികൾക്കുണ്ട്, അല്ലെങ്കിൽ ആ സ്ത്രീക്കുണ്ട് എന്ന് നമുക്ക് തോന്നും. നിങ്ങൾ തലയിൽ വസ്ത്രം ഇടുമ്പോൾ നിങ്ങൾ വെച്ചിരിക്കുന്ന ഈ തലപ്പാവ് കാണുമ്പോൾ മറ്റുള്ളവനൊരു ഭവ്യതയും പക്വതയും നിങ്ങളോട് തോന്നുന്നെങ്കിൽ ആ തുണിയോടുള്ള ബഹുമാനമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സിസ്റ്ററിന് അന്ന് നമ്മുടെ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ നിഷേധിച്ചത്? ആ വീഡിയോ നമുക്കൊന്ന് കാണണ്ടേ? ശിരോവസ്ത്രം അണിഞ്ഞെത്തിയ കന്യാസ്ത്രീയെ മെഡിക്കൽ പ്രവേശന പരീക്ഷ എഴുതാൻ അനുവദിക്കാത്ത നടപടി വേദനാജനകവും അവഹേളനപരവുമെന്ന് KCBC. ഇക്കാര്യത്തിലുള്ള അതൃപ്തി CBSE അറിയിക്കുമെന്നും KCBC വക്താവ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സന്യാസത്തെയും ഒക്കെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു നാട്ടിൽ സന്യാസവസ്ത്രം അഴിപ്പിക്കുക അല്ലെങ്കിൽ നീക്കം ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു മതപരമായിട്ട് നോക്കുമ്പോൾ അത് വളരെ അവഹേളനപരമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു ശ്രമം നടക്കരുതായിരുന്നു. അച്ചടക്കത്തിന്റെ ഭാഗമായി ഡ്രസ് കോഡ് നിശ്ചയിക്കുന്നത് നല്ലതാണ്.
പക്ഷേ ഇത് ഒരു പൗരന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലാകരുതെന്നും KCBC വക്താവ് പറഞ്ഞു. പരിശോധനകൾക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാതിരുന്നത് അംഗീകരിക്കാനാവില്ല. വൈദ്യശാസ്ത്ര രംഗത്ത് സേവനമനുഷ്ഠിക്കാനുള്ള ഒരു കന്യാസ്ത്രീയുടെയും അതിനുവേണ്ടിയുള്ള സഭയുടെയും ശ്രമത്തിനാണ് തിരിച്ചടിയായിരിക്കുന്നത്. സന്യാസ വസ്ത്രം ധരിച്ചവർക്ക് ഇത്തരം പരീക്ഷകൾ എഴുതാൻ കഴിയില്ല എന്നുവരുന്നത് വേദനാജനകമാണ്. നാളെ ഇത് മറ്റു കാര്യങ്ങൾക്കും ബാധകമാക്കുമോ എന്ന് ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസിക്ക് ഇന്ന വസ്ത്രം ധരിക്കാത്ത ആളുകൾക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ലെന്ന് ഒരുപക്ഷെ നിയമം ഉണ്ടാക്കിയെന്ന് വരാം. ഇത്തരത്തിൽ പോയാൽ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ഒരേ തരത്തിലുള്ള വസ്ത്രധാരണ രീതി വേണമെന്ന സ്ഥിതി ഉണ്ടാകുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നുവെന്നും ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പറഞ്ഞു. കൊച്ചിയിൽ നിന്നും KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. കന്യാസ്ത്രീയെ CBSE പരീക്ഷ എഴുതാൻ അനുവദിക്കാത്ത നടപടി പ്രതിഷേധാർഹമെന്ന് CBCI പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് മാർ ക്ലെമിസ് കാത്തോലിക്ക ബാവ. വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന നടപടിയാണിതെന്നും ബാവ കോട്ടയത്ത് പറഞ്ഞു. ഇവരുടെ ഇരട്ടത്താപ്പാണ്. ഇവര് ഓരോ സമയത്തും ഈ മുസ്ലിങ്ങളോടുള്ള വിരോധം അത് തുറന്നു കാട്ടുകയാണ്. എനിക്ക് ആദ്യം പറഞ്ഞ അതേ വാക്കാണ് ഇനിയും പറയാനുള്ളത്. ഓരോരുത്തരും ഓരോ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നില്ല ആരും ചെല്ലുമ്പോഴത്തേക്ക് ഈ സ്കൂളിൻ്റെ നിയമം ഇങ്ങനെയൊക്കെയാണ്, ഇത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് വേണം ഞങ്ങളുടെ സ്കൂളിൽ നിങ്ങളെ കുട്ടിയെ ചേർക്കാനെന്ന് ഒരു മാനേജ്മെൻറ്റും പറയില്ല. അവർ ആ സമയത്ത് പറയുന്നത് ഇന്ന ഫീസാണ്, ഇന്ന രീതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ് അവരുടെ അഡ്മിഷൻ എടുപ്പിക്കും. അല്ലാതെ ഞങ്ങളുടെ സ്കൂളിലെ യൂണിഫോം ഇതാണ്, ഇതിൻ്റെ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല, ഞങ്ങളുടെ നിയമം ഇങ്ങനെയാണ്, ഇത് ലംഘിക്കുന്നവരുടെ ഞങ്ങളെ ഈ സ്കൂളിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റ് പറയൂ. എന്നാൽ പിന്നെ അവർക്ക് കുട്ടികളില്ലാതെ വരും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടീച്ചർമാരിരുന്ന് ക്ലാസ് എടുത്ത് ദിവസം തീർക്കേണ്ടി വരും. ഈ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടണം. ഒരു കുട്ടിയോടും അത്തരത്തിൽ ഒരു ഇരട്ടത്താപ്പ് കാണിക്കാൻ പാടില്ല. വളരെ മൃഗീയമായി മർദ്ദിക്കുന്ന ടീച്ചർമാരുണ്ട്, ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. വളരെ മൃഗീയമായി ചീത്ത പറയുകയും വഴക്ക് പറയുകയും അവരെ മർദ്ദിക്കുകയും ചെയ്യുന്ന സിസ്റ്റർമാരും നമ്മളെ സ്കൂളുകളിലുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല, നിഷേധിക്കാൻ പറ്റില്ല. അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.